നടി ശ്വേതാ മേനോൻ കോടതിയിലേക്ക് പോവുകയാണ്. തനിക്കെതിരെ വന്ന കേസ് റദ്ദാക്കണമെന്നാണ് നടിയുടെ ആവശ്യം. എന്തായിരുന്നു ആ കേസ്? തീർത്തും അശ്ലീല കേസാണത്. ഒരു കാര്യവുമില്ലാത്ത, ഒരു കഴമ്പുമില്ലാത്ത കേസ്. മാർട്ടിൻ മേനാച്ചേരി എന്ന് പറയുന്ന ഒരാൾ നടി ശ്വേതാ മേനോനെതിരെ കോടതിയിൽ ഒരു ഹർജി നൽകുന്നു. ജൂലൈ 30-നാണ് ഈ കേസെടുക്കുന്നതും ഈ ഹർജി വരുന്നത്. അങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. ജൂലൈ 31 അമ്മ ഭരണസമിതിയിലേക്ക് തെരഞ്ഞെടുക്കുന്നതിന് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി. അമ്മയുടെ പെൺമക്കൾ അമ്മയുടെ ഭരണത്തിലേക്ക് എന്ന ടാഗ് ലൈനും ക്യാമ്പയിനും ഒക്കെ നടക്കുന്നു. മോഹൻലാലും മമ്മൂട്ടിയുമൊക്കെ ശ്വേത പ്രസിഡന്റ് ആകുന്നതിനെ പിന്താങ്ങുകയും ചെയ്തു. ജഗദീഷ് പ്രസിഡന്റ് മത്സരത്തിൽ നിന്ന് പിന്മാറി. അതുപോലെ ബാബുരാജ് ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് മത്സരിക്കുന്നതിന് വിവാദമായി അയാളും പത്രിക പിൻവലിച്ചു. അമ്മയുടെ ബൈലോ നന്നായി അറിയാവുന്ന ആളുകൾ ശ്വേതാ മേനോനെ എതിരെ നിൽക്കുന്ന ആളുകൾ ശ്വേതാ മേനോനെ കുടുക്കാൻ മനഃപൂർവ്വം കൊടുത്ത കേസാണ് ഇതെന്നാണ് പൊതുവെ പുറത്തു വരുന്നത്. ഇതിൻ്റെ പിന്നിൽ ബാബുരാജാണെന്ന ആരോപണവും ചില തൽപരകക്ഷികൾ ഉന്നയിക്കുന്നുണ്ട്. എന്തായിരുന്നു ഈ കേസ്? ഈ കേസ് പ്രധാനമായും പറയുന്നത്, ഒന്ന്, അശ്ലീല ചിത്രങ്ങളിൽ, അതായത് നീല ചിത്രങ്ങളിൽ മോശം ഇൻറ്റിമേറ്റ് രംഗങ്ങൾ അഭിനയിച്ച് കാശ് വസൂലാക്കിയ ശ്വേതാ മേനോൻ അതിൻ്റെ ക്ലിപ്പിംഗ്സ് അത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ച് അതിൻ്റെ ആ ഇനത്തിലും വരുമാനം സ്വന്തമാക്കുന്നുണ്ട്. ഇത് ക്രിമിനൽ ഒഫൻസ് ആണ് എന്ന് പറഞ്ഞിട്ടാണ് കേസ്. കോടതിയിൽ ഹർജി പോയി. കോടതി പോലീസിനോട് പറഞ്ഞു കേസെടുത്ത് അന്വേഷിക്കാൻ പറഞ്ഞു. അപ്പോൾ ശ്വേതാ മേനോനെതിരെയും കേസായി. ക്രിമിനൽ കേസുള്ളവർക്ക് മത്സരത്തിൽ പങ്കെടുക്കാൻ കഴിയില്ല എന്നതാണ് അമ്മയിലെ ചട്ടം. അതുകൊണ്ട് തന്നെ ശ്വേതാ മേനോനെതിരെയും കേസ് വന്നപ്പോൾ ശ്വേതാ മേനോന് മത്സരിക്കാൻ കഴിയാത്ത ഒരവസ്ഥ ക്രിയേറ്റ് ചെയ്യുക, അതായിരുന്നു ഈ കേസ് കൊടുത്ത ആളിൻ്റെ പിന്നിലുള്ള ആളുകളുടെ ലക്ഷ്യം. എന്തായിരുന്നു ഈ സിനിമകൾ? ഒന്ന്, പാലേരി മാണിക്യം. രതി നിർവേദത്തിൻ്റെ 2ാം പതിപ്പുണ്ടായിരുന്നു. 2ാം പതിപ്പെന്നല്ല, വീണ്ടും അത് റിക്രിയേറ്റ് ചെയ്ത് വന്നപ്പോൾ ശ്വേതാ മേനോനായിരുന്നു ജയഭാരതിക്ക് പകരം അഭിനയിച്ച നടി. ആ രതി നിർവേദം. പിന്നൊന്നാണ് കളിമണ്ണ്. ഈ സിനിമയൊക്കെ എന്താണ്, മലയാളികൾ ഒരുപാട് നെഞ്ചേറ്റിയ സിനിമയാണ്, ഒരുപാട് ആളുകൾ കണ്ട സിനിമയാണ്. ഇതിനൊന്നും ആ രംഗങ്ങളൊന്നും ആളുകൾക്ക് അശ്ലീലമായി സിനിമ കാണുമ്പോൾ തോന്നിയിട്ടുമില്ല. അതൊക്കെ സിനിമയുടെ ഭാഗം. സിനിമയ്ക്ക് അത്യന്താപേക്ഷിതമായ രംഗങ്ങളായിരുന്നു താനും. പിന്നെ കാമസൂത്രായ അതിൻ്റെ പരസ്യം, അതിലും ശ്വേതാ മേനോൻ അഭിനയിച്ചിട്ടുണ്ട്. ഇനിയും ബോൾഡായുള്ള ഇത്തരം വേഷങ്ങൾ കിട്ടിയാൽ അഭിനയിക്കുമെന്ന് നടി പറയുന്നുമുണ്ട്. ഈ ക്ലിപ്പുകളൊക്കെ എടുത്ത് പ്രചരിപ്പിച്ചത് നടിയാണെന്നാണ് ഈ പരാതിക്കാരൻ്റെ വാദം. ഈ ക്ലിപ്പുകളൊക്കെ ആരടുത്ത് പ്രചരിപ്പിക്കുക? ഈ പോൺ സൈറ്റുകളിലും അതുപോലെ സോഷ്യൽ മീഡിയയിലുമൊക്കെ ഇത്തരം ക്ലിപ്പുകൾ വരുന്നത് നടിയുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ കൈകാര്യം ചെയ്യുന്ന, പ്രൊമോഷൻ ചെയ്യുന്ന ആളുകളോ ആയിരിക്കണമെന്നില്ല. ആർക്ക് വേണമെങ്കിലും ഇതൊക്കെ സിനിമയിൽ നിന്ന് മോഷ്ടിച്ച് ഈ ക്ലിപ്പുകൾ എടുത്ത് പ്രയോഗിക്കാം എവിടെ വേണമെങ്കിലും. അത് ശ്വേതാ മേനോൻ പ്രയോഗിച്ചു എന്നാണ് കേസ്. പ്രത്യേകിച്ച് പാലേരി മാണിക്യം, രതി നിർവേദം, കളിമണ്ണ് തുടങ്ങിയ സിനിമകൾ, ആ സിനിമകൾ ഒരിക്കലും സെക്സ് സിനിമ അല്ലെങ്കിൽ പോൺ സിനിമ എന്ന കാറ്റഗറിയിൽ വരുന്നതുമല്ല. ഇവിടെ ശ്വേതാ മേനോൻ പറയുന്നത് താൻ ഇത് അറിയുന്നതിൽ, ഈ പരാതിക്കാരനെ അറിയില്ല, പരാതിയുടെ വിശദാംശങ്ങൾ അറിയില്ല, ഞാൻ എന്തോ ക്രിമിനൽ കുറ്റം ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. ക്രിമിനൽ കുറ്റം ഞാൻ ചെയ്തുവെങ്കിൽ ഈ സിനിമകളിൽ ഇറങ്ങി ക്ലിപ്പുകൾ പ്രചരിച്ച ആ സമയത്ത് തന്നെ കേസ് കൊടുക്കേണ്ടതല്ലേ? ഇത് ഇപ്പോൾ കൊടുക്കുന്നത് അമ്മയുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തന്നെയാണെന്ന് ശ്വേതാ മേനോൻ പറയുന്നു. അതുപോലെ നടി രഞ്ജിനി ഇക്കാര്യത്തിൽ പ്രതികരണവുമായി വന്നിട്ടുണ്ട്. പവർ ഗ്രൂപ്പാണ് ഇതിന് പിന്നിൽ. പവർ ഗ്രൂപ്പ്, ഈ ഹേമ കമ്മിറ്റി വന്നപ്പോൾ ആളുകൾ പറഞ്ഞു പവർ ഗ്രൂപ്പാണ്, കാസ്റ്റിംഗ് കൗച്ച്, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് പവർ ഗ്രൂപ്പ്. അന്ന് പവർ ഗ്രൂപ്പിൻ്റെ തലപ്പത്ത് ചില ആളുകൾ കണ്ടിരുന്നു. മോഹൻലാൽ, മമ്മൂട്ടി, ഇവരൊക്കെ ആയിരിക്കാം പവർ ഗ്രൂപ്പ് എന്ന്. പക്ഷേ ഇപ്പോൾ ശ്വേതാ മേനോനെയും അതുപോലെ തന്നെ കുക്കു പരമേശ്വരനെയൊക്കെ പിന്താങ്ങുന്ന മമ്മൂട്ടിയും മോഹൻലാൽ ഉൾപ്പെടെയുള്ള ആളുകൾ ഒരു വശത്ത് നിൽക്കുമ്പോൾ, ശ്വേതാ മേനോനെതിരെ ഇങ്ങനൊരു കേസ് വരുമ്പോൾ അത് പവർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ വേറെയും ചില ആളുകൾ അമ്മയ്ക്കകത്ത്, താരസംഘടനയ്ക്കകത്ത് പവർ ഗ്രൂപ്പായി ഉണ്ട് എന്ന് ചുരുക്കം. അതാണ് നടി രഞ്ജിനി സൂചിപ്പിക്കുന്നത്. ഏതായാലും ശ്വേതാ മേനോൻ ഈ കേസ് റദ്ദാക്കണം, എറണാകുളം സെൻട്രൽ പോലീസ് എടുത്ത കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ്. ഹൈക്കോടതി എന്ത് തീരുമാനമെടുക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.